ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ തകർത്താടി അഭിനയിച്ചിട്ടുള്ള ആഡം അയ്യൂബിന്റെ സ്ക്രിപ്റ്റിൽ അർഫാസ് അയ്യൂബിന്റെ ഫസ്റ്റ് പടം, ഒരു രക്ഷയില്ലാത്ത പടമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ പടത്തിന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറെ അധികം നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഈ പടം കാണണ്ടെന്ന് വിചാരിച്ച പടമായിരുന്നു. അപ്പൊ ഇന്നലെ നൈറ്റ് ഷോ ആയിരുന്നു ഇവിടെ UK ലേറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു ഒന്നൊന്നര മിസ്സിങ് ആയി പോയേനെ എനിക്കിന്ന് ഉള്ള ആ ഒരു എഫക്റ്റിലാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. സഹാറ മരുഭൂമി പോലൊരു സ്ഥലം, അതിന്റെ നടുക്കൊരു ലെവൽ ക്രോസ്. ആ ലെവൽ ക്രോസിന് ഒരു ഗേറ്റ്മാൻ ഉണ്ട്. ആ ഗേറ്റ്മാന്റെ പേരാണ് രഘു. രഘു എന്ന ക്യാരക്ടറാണ് ആസിഫ് അലി ചെയ്യുന്നത്. അതിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അമല പോളിൻ്റെത്. അമല പോളിന്റെ ഹസ്ബൻഡിന്റെ ക്യാരക്ടറാണ് സിൻചോ എന്ന് പറയുന്ന ഷറഫുദ്ദീന്റെ ക്യാരക്ടർ. ഈ 3 പേര്, രഘു, ചൈതാലി, സിൻചോ എന്ന് പറയുന്ന 3 പേരുകൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. ഇത് എത്രത്തോളം ഡിഫറൻ്റ് ആണോ അതുപോലെ തന്നെ ഡിഫറൻ്റ് ആണ് ഇവരുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സ്. 3 ക്യാരക്ടേഴ്സുമായിട്ട് യാതൊരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. ഈ 3 ക്യാരക്ടേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു ഈ ലെവൽ ക്രോസ്, അവിടെയുള്ള ഒരു ചെറിയ ഷെഡ്, പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക്, പാട്ട്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂവി. പടം തുടങ്ങുന്നത് ഒരു 10-15 സ്റ്റിൽ ഷോട്ട്സ് വെച്ചിട്ടാണ്. അതിലൊരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഷോട്ടുണ്ട്. പിന്നെ ആസിഫ് അലി ഒരു ബസ്സിലിരിക്കുന്ന ഒരു ഷോട്ട്. ആ ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും മലയാളം സിനിമ ഏത് ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. മലയാളം സിനിമ നെക്സ്റ്റ് ലെവൽ ക്രോസ് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ലെവൽ ക്രോസിൽ നമുക്ക് പറയാൻ സാധിക്കും. ആസിഫ് അലിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയുള്ള ആസിഫ് അലിയുടെ ക്യാരക്ടർ, ആസിഫ് അലി ജീവിക്കുമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ മേക്കപ്പ് വെച്ചിട്ടുള്ള ഒരു അഭിനയമുണ്ട് ആസിഫ് അലിയുടെ. അതായത് നമ്മൾ എന്താ പറയുക, ഒരു നർമ്മരസം തുളുമ്പുന്ന രീതിയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മാനറിസംസ് വെച്ചിട്ട് കുറേ ഫൺ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവുക, എല്ലാ രീതിയിലും ഒരു രക്ഷയില്ലാത്ത തകർത്താടി ആസിഫ് അലി അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. അതോടൊപ്പം തന്നെ അമല പോളും ഷറഫുദ്ദീനും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയുള്ള ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഷോട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫെക്ഷനോടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പടത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ വരുന്ന നൈസായിട്ടുള്ള BGMs നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഒരു ഓവറോൾ ഫ്ലോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മിഡ് കഴിയുമ്പോഴത്തേക്കും പടം പതുക്കെ ത്രില്ലിങ് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിനോട് അടുക്കുമ്പോഴത്തേക്കും ആ അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തിച്ചിട്ട് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ അത് ആലോചിക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടാണ് പടം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പടത്തിലെ ഓരോ ഷോട്ടും അതുപോലെ തന്നെ ഇന്റർവെല്ലിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നിടത്തേക്കുള്ള ഒരു ഷോട്ടൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ മൂവി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മളെ കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.